കോഴിക്കോട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ആത്മഹത്യ നടന്നതിനെ തുടർന്നുണ്ടായ വലിയ വിവാദമാണ്. ശ്രീ മലയത്ത് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വിഷമമാകുന്ന കാര്യമാണ്. നമുക്കൊക്കെ അങ്ങനെ ആരും ആത്മഹത്യയിലേക്ക് പോകരുതെന്നുള്ള കാര്യം നിങ്ങൾ പത്രത്തോടും പാർട്ടിയോടും പറഞ്ഞു പറയാം. ആത്മഹത്യ പൊതുവിന് പരിഹാരം. പക്ഷെ ഇവിടെ ഈ ആത്മഹത്യയെ സംബന്ധിച്ച് ആത്മഹത്യയുടെ ആദ്യ ദിവസം വാർത്ത വന്നു, ടെലിവിഷനുകൾ കൊടുത്തിരുന്നു. അന്ന് പറഞ്ഞത് ഈ അദ്ദേഹം ഒരു കത്ത് കൊടുത്തിരുന്നു, പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അത് കിട്ടിയില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് 5 മാസക്കാലത്തെ കൃഷിയാണെന്ന്. അന്ന് പെട്ടെന്ന് വന്ന റെസ്പോൺസ് എന്നാൽ ടെലിവിഷനുകൾ ആ വാർത്തയെല്ലാം കൊടുത്തു. എന്നാൽ അടുത്ത ദിവസം ദിനപത്രങ്ങൾ അത് എല്ലാവരും കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വളരെ സീനിയർ പത്രപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളിൽ പറ്റും ഉണ്ടായിരുന്നു. അന്നും ചില പത്രപ്രവർത്തകർ പറഞ്ഞു ഈ സംഭവം വന്നത് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ 5 മാസത്തെ കുടിശ്ശികയില്ലാതെ മനസ്സിലായി, അതുകൊണ്ടാണ് ഞങ്ങൾ വാർത്ത കൊടുക്കാത്തത് നിങ്ങളിൽ പറ്റും കേട്ടതാണ്. പക്ഷെ ഇന്നിപ്പോ നിയമസഭയിൽ ഇതൊരു പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കാനാണ് പ്രതിപക്ഷ അടിയന്തരപ്രമേയം പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ വസ്തുതകളെല്ലാം വെച്ചിട്ട് വളരെ വിശദമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 5 മാസക്കാലം പെൻഷനെ കിട്ടിയില്ല, ഒന്നുമില്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ കഴിഞ്ഞ നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും പെൻഷൻ നൽകിയിട്ടുണ്ട്, അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അടുത്ത പെൻഷൻ കൊടുക്കേണ്ടത് സാധാരണ ഈ സമയത്താണ് ഡ്യൂ. അപ്പോൾ അത് ഡ്യൂ ആയിട്ടില്ല. അദ്ദേഹം കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ നവംബർ മാസം 9-ാം തീയതി ആണ്. കത്തിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നവംബർ 9-നാണ് ആ കത്ത് എഴുതിയത്. നവംബർ 9-ന് എഴുതി. അപ്പൊ തന്നെ അതിനടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിച്ച് കളക്ടർക്ക് വരെ അതിന്റെ കത്ത് പോയി. അങ്ങനെ കത്ത് പോയതിനു ശേഷം തന്നെയാണ് നമ്മുടെ പെൻഷൻ കൊടുത്തത്. ആ മാസം പകുതി കഴിഞ്ഞപ്പോഴേക്കും പെൻഷൻ കിട്ടി. ഡിസംബർ മാസം അതിന് തുകയെല്ലാം ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നവംബറിൽ 1 മാസത്തെ തുക ലഭിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകള് വേറൊരു അദ്ദേഹത്തിന്റെ കൂടെ അല്ല, അവർക്ക് ചില രോഗങ്ങളുള്ളതുകൊണ്ട് പ്രത്യേകം വേറൊരു പിന്നെ സ്ഥലത്താണ് അല്ലെങ്കിൽ താമസിക്കുന്നത്. ഒരു പ്രത്യേക ഷെൽട്ടർ ഹൗസിലാണ്. അപ്പൊ അങ്ങനെ താമസിക്കുന്നവർക്ക് ഉള്ള ഈ പറഞ്ഞ പെൻഷൻ കൂടി ഇദ്ദേഹത്തിനെ മേടിച്ചു. അങ്ങനെ 2 മാസം 2 പേരുടെ പെൻഷൻ നിലയിൽ 3200 രൂപ അദ്ദേഹം നവംബറിൽ മേടിച്ചിട്ടുണ്ട്, ഡിസംബറിൽ മേടിച്ചിട്ടുണ്ട്. അതിന് ഓണത്തിന് 6400 രൂപ വെച്ച് മേടിച്ചു. ഇതുകൂടാതെ അദ്ദേഹത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണത്തെ പറ്റി ഞാൻ അസംബ്ലി പറഞ്ഞിരുന്നു. 28,000 രൂപ അദ്ദേഹത്തിന് കിട്ടി. ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സമയത്ത് പണമൊന്നും കിട്ടാത്തൊരു പ്രശ്നമല്ല. അദ്ദേഹമാണെങ്കിൽ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ടിട്ട് അതിനുള്ള പ്രത്യേക സഹായവും കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷ്യധാന്യം അടക്കം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് ആ വീട്ടിലേക്ക് എത്തുന്നത് ദുർഘടപ്പിടിച്ചൊരു വഴിയായിരുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ഈ കാര്യം കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവർ മറുപടി പറഞ്ഞത് വീണ്ടും പറയുന്നത്.